ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ കിടിലൻ വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് കസാഖ്സ്ഥാൻ ക്ലബ്ബായ കൈറാത്ത് അൽമാത്തിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. തിളങ്ങിയത് മറ്റാരുമല്ല, ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ തന്നെയാണ്. ഹാട്രിക് പൂർത്തിയാക്കാൻ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 25-ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോൾ അദ്ദേഹം നേടുകയായിരുന്നു. പിന്നീട് രണ്ടാം പകുതിയിലാണ് കൂടുതൽ ഗോളുകൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 52-ാമത്തെ മിനിറ്റിൽ തിബൌട്ട് കോർട്ടുവയുടെ ഒരു അസിസ്റ്റിൽ നിന്നാണ് കിലിയൻ എംബപ്പയുടെ ഗോൾ പിറന്നിട്ടുള്ളത്. പിന്നീട് 73-ാമത്തെ മിനിറ്റിൽ ആർദ ഗുലറിന്റെ അസിസ്റ്റിൽ നിന്നും കിലിയൻ എംബപ്പെ ഹാട്രിക് പൂർത്തിയാക്കുകയായിരുന്നു. പിന്നീട് 83-ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയുടെ അസിസ്റ്റിൽ നിന്നും കമവിംഗ ഒരു ഹെഡർ ഗോൾ സ്വന്തമാക്കി. പിന്നീട് 93-ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ ഗാർഷ്യയുടെ അസിസ്റ്റിൽ നിന്നും ബ്രാഹിം ഡയസ് കൂടി ഗോൾ നേടിയതോടുകൂടി എതിരില്ലാത്ത 5 ഗോളുകളുടെ ഒരു വിജയം ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഉറപ്പിക്കുകയായിരുന്നു. ഏതായാലും കിലിയൻ എംബപ്പയുടെ ഫോം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചാമ്പ്യൻസ് ലീഗിൽ 2 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ ഇപ്പോൾ താരം പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യ മത്സരത്തിൽ ഒളിമ്പിക് മാഴ്സയ്ക്കെതിരെ 2 ഗോളുകൾ നേടാൻ എംബപ്പയ്ക്ക് സാധിച്ചിരുന്നു. ഇതോടുകൂടി UCLന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ 6ാമത്തെ താരമായി മാറാൻ എംബപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് കേവലം 26-ാമത്തെ വയസ്സിലാണ് UCL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഉള്ള 6ാമത്തെ താരമായിക്കൊണ്ട് എംബപ്പെ മാറിയിട്ടുള്ളത്. നമുക്കറിയാം, 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയുമാണ് വരുന്നത്. അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിവേഗം കുതിക്കുകയാണ് കിലിയൻ എംബപ്പെ. അതായത് 60 ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൽ എംബപ്പെ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ 57 ഗോളുകൾ നേടിയ തോമസ് മുള്ളറെയാണ് അദ്ദേഹം ഇപ്പോൾ മറികടന്നിട്ടുള്ളത്. 1-ാം സ്ഥാനത്ത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 140 ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ റൊണാൾഡോ നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ റെക്കോർഡ് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കിലിയൻ എംബപ്പെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2-ാം സ്ഥാനത്ത് ലയണൽ മെസ്സി വരുന്നു, 129 ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ. 3-ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി 105 ഗോളുകൾ. പിന്നീട് 4-ാം സ്ഥാനത്ത് ബെൻസിമ വരുന്നു, 90 ഗോളുകൾ. 5-ാം സ്ഥാനത്ത് റൗളാണ് വരുന്നത്, 71 ഗോളുകൾ. അതിനുശേഷമാണ് കിലിയൻ എംബപ്പെ വരുന്നത്. അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കിലിയൻ എംബപ്പെ. അദ്ദേഹത്തിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ്. ലാലിഗയിൽ 8 ഗോളുകൾ പൂർത്തിയാക്കി, ചാമ്പ്യൻസ് ലീഗിൽ അതുപോലെ തന്നെ 5 ഗോളുകൾ പൂർത്തിയാക്കി. അങ്ങനെ ഈ സീസണിൽ ഇതിനോടകം തന്നെ 13 ഗോളുകൾ പൂർത്തിയാക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.